നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്നും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. ജാമ്യം അനുവദിക്കുന്നത് തന്റെ ജീവന ഭീഷണിയാണെന്നും നിരവധി പെൺകുട്ടികളെ സമാന രീതിയിൽ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു പരാതിക്കാരി കോടതിയെ അറിയിച്ചത്. എന്നാൽ യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ല എന്ന് കോടതി വിലയിരുത്തിയിരുന്നു. വിവാഹിതയായ യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല എന്നതിനാൽ എങ്ങനെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാനാകുമെന്നും കോടതി ചോദിച്ചു. നഗ്ന ദൃശ്യങ്ങൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണിക്കാനാകുമെന്നും കോടതി പറഞ്ഞു. 2-3 കേസുകളിൽ നേരത്തെ ജാമ്യം ലഭിച്ച രാഹുലിന് ആദ്യ കേസിലെ വിധി നിർണായകമാണ്. എന്തായാലും അല്പമണിക്കൂറിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിൽ തന്നെ വ്യാപകമായ ഹർത്താൽ ആയതിനാൽ തന്നെ ഹൈക്കോടതി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഹൈക്കോടതിയിൽ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ദിവസം മാറ്റിവെക്കുമോ നടക്കമുള്ള കാര്യങ്ങൾ 10 മണിയോടുകൂടി തന്നെ അറിയാൻ സാധിക്കും. ഏറെ പ്രതീക്ഷയിൽ തന്നെയാണ് രാഹുൽ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം മറുവശത്ത് AM ഷഹനാസിന് പിന്തുണ ഏറുകയാണ്. കോൺഗ്രസ് നേതാവായ AM ഷഹനാസിനെ പിന്തുണച്ച ഫേസ്ബുക്ക് കുറിപ്പുമായി മോഡലും അഭിഭാഷകയുമായ കുക്കു ദേവകി ഷഹനാസിനോട് സംസാരിച്ചിരുന്നു എന്നവകാശപ്പെട്ടാണ് കുക്കു ഫേസ്ബുക്കിലൂടെ കുറിപ്പിട്ടിരിക്കുന്നത്. തീയിൽ കുരുത്തവളാണ്, വെയിലത്ത് വാടില്ല എന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതായത് ഈ തീയിൽ കുരുത്ത ഷഹനാസ് എങ്ങനെ സൈബർ ആക്രമണങ്ങൾക്ക് വാടാം എന്ന ചോദ്യത്തിന് അത് വാടുകയില്ല, അതങ്ങനെ ശക്തമായി തന്നെ നിലനിൽക്കുമെന്നാണ് മറുപടിയിട്ടത്. ഷഹനാസിനെതിരെ സൈബർ ഇടങ്ങളിൽ ഉയർത്തിയ ആരോപണങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റും വന്നത്. ഹിന്ദുമത വിഭാഗത്തിൽ നിന്ന് വിവാഹം കഴിച്ച ഷഹനാസിനെ ഇപ്പോഴും പങ്കാളിയുടെ വീട്ടുകാർ പ്രിയ എന്നു തന്നെയാണ് വിളിക്കുന്നതെന്നും കുക്കു ചൂണ്ടിക്കാട്ടി. ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് IASന്റെ പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്തപ്പോൾ അവിടെ ഒരു ആദരവ് കൊടുത്തിരുന്നുവെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇപ്പോഴുള്ള ആരോപണങ്ങളിൽ കുടുംബം ഷഹനാസിനൊപ്പമാണ് നിൽക്കുന്നത് എന്നും കുക്കു വ്യക്തമാക്കി. കുക്കു ദേവകിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം. ഷഹനാസിനോട് സംസാരിച്ചിരുന്നു. തീയിൽ കുരുത്തവളാണ്, വെയിലത്ത് വാടൂല. മാറാട് കലാപം നടന്ന ബീച്ചിനടുത്തായിരുന്നു ചെറുപ്പകാലത്ത് ഷഹനാസ് ജീവിച്ചത്. കലാപകാലത്ത് 7-ലോ 8-ലോ ആണ് പഠിക്കുന്നത്. ആളുകൾ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കത്തിയുടെ മുന്നിൽ നിന്ന് സിംഗിൾ മദർ ആയിരുന്ന ഉമ്മ ചേച്ചിയുടെയും ഷഹനാസിന്റെയും കൈപിടിച്ച് രാത്രിക്ക് രാത്രി ഓടി രക്ഷപ്പെട്ടിട്ട് അതിജീവിച്ചവരാണ്. ഷഹനാസിന്റെ ഉമ്മ ഡിവോഴ്സിയാണ്. 2 പെൺമക്കളെ വളർത്താനായി ഖത്തറിൽ ഹോം മേഡായി ജോലി ചെയ്തിട്ടുണ്ട്. ഹിന്ദുമത വിഭാഗത്തിൽ നിന്ന് വിവാഹം കഴിച്ച ഷഹനാസിനെ ഇപ്പോഴും പങ്കാളിയുടെ വീട്ടുകാർ പ്രിയ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് IASന്റെ പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്തപ്പോൾ അവിടെ ഒരു ആദരവ് കൊടുത്തിരുന്നു. MBBSന് പഠിക്കുന്ന മകൾ ഷഹനാസിനുണ്ട്. ഷഹനാസിനോടൊപ്പം പങ്കാളിയും മകളും ബാക്കി വീട്ടുകാരും കട്ടയ്ക്കുണ്ട്. ഇതിൽ ഏതെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചതായി ചരിത്രമുണ്ടോ? അതിക്രമിച്ച ചരിത്രമുണ്ടോ? പ്രണയിച്ച ആരെയെങ്കിലും ശരീരം മുഴുവൻ കുത്തിക്കീറി ഉപദ്രവിച്ച ചരിത്രമുണ്ടോ? പുരുഷനും കോൺഗ്രസുകാരനും ചെറുപ്പക്കാരനുമായ ഒരു വക്കീൽ പറഞ്ഞത് മാങ്കൂട്ടത്തിനെ ഓർക്കുമ്പോൾ ഒരു ഹീറോയെ ഓർക്കുന്നത് പോലെയാണെന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. എത്രയോ പെണ്ണുങ്ങളെ ഉപദ്രവിച്ച ഒരുത്തനെയാണ് ഷഹനാസിന്റെ ചരിത്രത്തിലേക്ക് മറ്റും കടന്നുകയറി പിന്നീട് ഷഹനാസ് മാങ്കൂട്ടം പ്രശ്നം മാത്രമാക്കി ചുരുക്കി വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു സ്ത്രീ പബ്ലിഷിംഗിന്റെ ഇടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതും അവർ ചിലതൊക്കെ വിളിച്ചു പറയുന്നു എന്നതും പുരുഷലോകത്ത് രുചിക്കുകയില്ല എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പുരുഷലോകം ഇത്തരം കഥകൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. അത് എത്രയും വേഗം ഇവിടെ പറന്ന് നടക്കുകയും ചെയ്യും. ഷഹനാസ് തളരരുത്, ഉറപ്പോടെ മുന്നോട്ട് പോവുക എന്നാണ് ഷഹനാസിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്.